ഇവിടെ നമ്മുടെ പെൺകുട്ടികൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിൻഗാമികൾ, മറിയമിന്റെയും ഖദീജയുടെയും പിൻഗാമികളായ ഈ മുസ്ലിം ഉമ്മത്തിലെ പെൺമക്കളുടെ കാര്യം എന്താണ്? അതാ അള്ളാഹുവിന്റെ ദീൻ മറന്ന്, അള്ളാഹുവിന്റെ കലാം മറന്ന് സൗന്ദര്യം പ്രദർശിപ്പിച്ച് അവരിങ്ങനെ നടക്കുന്നു. അവരുടെ ശരീരത്തിൽ കാണിക്കാൻ പാടില്ലാത്തത് പലതും കാണുന്നുണ്ട്. ഇത് പേരിന് വല്ലതും മറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ആകൃതി നന്നായി പുറത്തേക്ക് കാണുന്നു. അന്യരായ മഹറമുകളല്ലാത്ത പുരുഷന്മാരുടെ കൂടെ അവരുടെ വിദ്യാലയങ്ങളിൽ അതിന്റെ വരാന്തങ്ങളിൽ ഇങ്ങനെ മീറ്ററുകളോളം നടക്കുന്നു, കൈപിടിച്ചും പിടിക്കാതെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിക്കൊഴിഞ്ഞും സംസാരിച്ചുമെല്ലാം അവരിങ്ങനെ ആളുകളെ ചിരിപ്പിക്കുകയും മറ്റുള്ള അവരുടെ പിന്നാലെ നടക്കുന്ന ചില പെൺകോന്തന്മാരുടെ തമാശ കേട്ട് ഇടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതേപോലെ പുരുഷന്മാരെ പോലെ കുറെ ഫോട്ടോ എടുക്കുന്നു, അതിങ്ങനെ പ്രചരിപ്പിക്കുന്നു. അവരുടെ സൗന്ദര്യം പതിപ്പിക്കപ്പെട്ട ഫോട്ടോകൾ എവിടെയൊക്കെയാണ് എത്തുന്നത് ചിന്തിക്കുന്നുണ്ടോ? അതൊന്നും അവൾക്ക് പ്രശ്നമല്ല. ഓ സഹോദരി, എവിടെയാണ് അള്ളാഹുവിന്റെ വാക്കും നീയും അള്ളാഹുവിന്റെ കലാമും നീയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അള്ളാഹു ഇതാ പറയുന്നു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറജൽ ജാഹിലിയ്യത്തിൽ ഊല വഅഖിംന الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. ഓ സ്ത്രീകളെ, പെണ്ണുങ്ങളെ, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുക, അടങ്ങിക്കഴിയുക. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇത് ഞങ്ങൾ പടച്ചുണ്ടാക്കിയതല്ല. അള്ളാഹുവിന്റെ കലാം അവന്റെ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്താണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറജൽ ജാഹിലിയ്യത്തിൽ ഊല, പഴയ ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം, അടിഞ്ഞാട്ടം അത് നിങ്ങൾ നടത്തരുത്. വഅഖിംന الصلاة, ഓ സ്ത്രീകളെ, വഅഖിംന الصلاة, നിസ്കാരം നിലനിർത്തുക. വഅതീന الزكاة, സകാത്ത് കൊടുക്കുക. വഅതഅന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. ഇന്നമാ യുരീദു അല്ലാഹു ലിയുദ്ഹിബ അൻകും الرجس أهل البيت ويطهركم تطهيرا. ഓ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മ്ലേച്ഛവും മാലിന്യവും ഒക്കെ നീക്കിക്കളയാനും നിങ്ങളെ ശുദ്ധീകരിക്കുവാനുമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഇതിനെതിരായ ആശയത്തിലേക്ക് നമ്മുടെ സ്ത്രീകളെ നയിക്കുന്നവർ, സ്ത്രീകളെ നിങ്ങൾ വിളിക്കുന്നവർ, നിങ്ങൾ മലിനമാക്കാനും നിങ്ങൾ അവരുടെ ഏറ്റവും വൃത്തികെട്ട മോഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണോ? നിങ്ങൾ നോക്കൂ, സ്ത്രീകൾ അങ്ങേയറ്റം സ്വാതന്ത്ര്യം നേടിയെന്ന് പറയപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അവിടെയുള്ള ചോരത്തിളപ്പുള്ള ചൊട്ടിയാൽ ചോര ധരിക്കുന്ന പെണ്ണുങ്ങളെയല്ല, അവിടെയുള്ള വയസ്സായ സ്ത്രീകളുണ്ടല്ലോ, ഇതേപോലെ യൗവനവും ഇതേപോലെ സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞുപോയ വയസ്സായ സ്ത്രീകളെ അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ അവസ്ഥ എന്താണ്? ആർക്കും വേണ്ടാതെ, കാരണം അവർക്ക് ആ പെണ്ണിൽ നിന്ന് എന്താണ് ആവശ്യമുള്ളത് തീർന്നു പോയല്ലോ. അങ്ങേയറ്റം മോശമായ അവസ്ഥയിൽ ആർക്കും വേണ്ടാതെ കഴിഞ്ഞുകൂടുന്ന അവിടെയുള്ള ആളുകൾ. എന്നാൽ ഇസ്ലാം മുറുകെ പിടിക്കുന്ന മുസ്ലിം സമുദായം, അവർ ധാരാളമായുള്ള സമൂഹങ്ങൾ നിങ്ങൾ നോക്കൂ, അങ്ങനെയുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കൂ. സ്ത്രീകൾ പ്രായമേറുന്തോറും അവരെ ബഹുമാനിക്കാൻ മത്സരിക്കുകയാണ് അവരുടെ മക്കൾ, അവർ ആദരിക്കാൻ മത്സരിക്കുന്നു. ചെറിയ കുഞ്ഞായിരിക്കെ ഉപ്പയുടെ സ്നേഹത്തിന്റെ ലാളനയിലാണ് അവൾ കഴിയുന്നത്, സഹോദരങ്ങളുടെ, അതുപോലെ പിന്നീട് ഭർത്താവിന്റെ, പിന്നീട് മക്കളുടെ സ്നേഹത്തിലും പരിചരണയിലും ആദരവിലും എല്ലാ സുഖങ്ങളും ആസ്വദിച്ചാണ് അവർ കഴിയുന്നത്. ഇസ്ലാമാണ് അങ്ങേയറ്റത്തെ അന്തസ്സും അങ്ങേയറ്റത്തെ ബഹുമാനവും ഒരാളും നൽകിയിട്ടില്ലാത്ത ആദരവും സ്ത്രീക്ക് നൽകിയിട്ടുള്ളത്. കാരണം അല്ലാഹുവിന്റെ ദീനാണ്. ഇത് മനുഷ്യനുണ്ടാക്കിയ പ്രത്യയശാസ്ത്രമല്ല, ഇത് കാർൽ മാർക്സോ എംഗൽസോ ഉണ്ടാക്കിയ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ വൃത്തികെട്ട ആശയങ്ങളല്ല, അല്ലാഹുവിന്റെ ദീനാണ്. ഇത് ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹു പഠിപ്പിച്ച അവൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ജീവിതമാർഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെയാണ് ഈ വിഷയത്തിൽ നമ്മുടെ ഉമ്മത്തിലെ സ്ത്രീകളുള്ളത്, നമ്മുടെ ചെറുപ്പക്കാരുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറയുന്നു, ലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദി മഹ്റം. ഒരു പെണ്ണ് അവളുടെ മഹ്റമായ ഒരു പുരുഷനില്ലാതെ യാത്ര ചെയ്തുകൂടാ. അവൾക്ക് വിവാഹബന്ധം നിഷിദ്ധമായ അടുത്ത ബന്ധുവായ ഒരു പുരുഷൻ, ഉപ്പയോ അമ്മക്കളോ ആങ്ങളമാരോ സഹോദരങ്ങളുടെ മക്കളോ പോലെയുള്ള മഹ്റമുകളായ പുരുഷന്മാരില്ലാത്ത ഒരു പെണ്ണ് യാത്ര ചെയ്തുകൂടാ. യാത്രയാണെന്ന് അനുഭവപ്പെടുന്ന ഒരു ദൂരം യാത്ര ചെയ്തുകൂടാ. നമ്മൾ നിസ്കാരത്തിൽ ജംഉം ഖസ്റും ഒക്കെ ആക്കാനുള്ള ദൂരമുണ്ടല്ലോ, അത്രയും ദൂരം ഒരു യാത്ര എന്ന് തോന്നുന്ന ദൂരം ഒരു പെണ്ണ് മഹ്റമായ ഒരു പുരുഷനില്ലാതെ യാത്ര ചെയ്യരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മുടെ സ്ത്രീകൾ എവിടെയൊക്കെ പോകുന്നു, ആരുടെയൊക്കെ കൂടെ പോകുന്നു, അതിനൊന്നും യാതൊരു പ്രശ്നവും കുഴപ്പവും കാണാത്ത എത്ര ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് നമ്മുടെ സമുദായത്തിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്ഖുലു അലൈഹാ റജുലുൻ ഇല്ലാ വമഅഹാ മഹ്റമുൻ. അതുപോലെ അവളുമായി ഒരു പുരുഷൻ ഒറ്റക്കാവാൻ പാടില്ല. അവളുടെ കൂടെ ഒരു പുരുഷൻ, അങ്ങനെയുള്ള അവളുടെ അടുത്ത ബന്ധുക്കളില്ലാതെ ആരും ഒരു പെണ്ണുമായി ഒറ്റക്കിരിക്കാൻ, അന്യായ ഒരു പെണ്ണുമായി ഒറ്റക്കാവാൻ പാടില്ല. എവിടെയും അതെവിടെയാകട്ടെ ഒറ്റക്കാകാൻ പാടില്ല. മോശമായ, പിന്നീട് പരിഹരിക്കാൻ സാധിക്കാത്ത, ഖേദിച്ചിട്ട് കാര്യമില്ലാത്ത ദുരന്തങ്ങൾ അതുകൊണ്ടുണ്ടാകും. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നി ഉരീദു അൻ അഖ്റുജ ഫീ ജയ്ശിൻ കദാ വകദാ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പേരെഴുതപ്പെട്ട ആളാണ്. എന്നാൽ വംറഅതി തുരീദുൽ ഹജ്ജ്, എന്റെ ഭാര്യയാകട്ടെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? അവൾ ഒറ്റക്കാണ് പോകുന്നത്. പോകാൻ മഹ്റമായ ഭർത്താവായ ഞാൻ കൂടെ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറയുന്നു, ഉഖ്റുജ് മഅഹാ, അവളുടെ കൂടെ ഹജ്ജിന് പോവുക. യുദ്ധത്തിന് വേണ്ടി തീരുമാനിക്കപ്പെട്ട ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനം റദ്ദാക്കി മഹ്റമില്ലാതെ കൂടെ തുണയായി പുരുഷനില്ലാതെ പോകുന്ന പെണ്ണിന്റെ കൂടെ പോകാൻ അയച്ചു. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഈ ഹദീസ് എവിടെ? നമ്മുടെ ഉമ്മത്തിലെ ചെറുപ്പക്കാരികളായ സ്ത്രീകളുടെ, യുവതികളുടെ, എവിടെയാണ് അവരുടെ ദീൻ? എവിടെ? അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളിലും പുറത്തുമെല്ലാം വിനോദയാത്രകൾ. ആരാ കൂടെ ഉള്ളത്? കുറെ ആണുങ്ങളായ അധ്യാപകരുണ്ടത്രേ. അങ്ങേയറ്റം സ്വന്തങ്ങളെക്കാൾ ഇവർക്ക് വിശ്വാസമുണ്ടത്രേ, ഇവരുടെ ഭർത്താവിനേക്കാൾ ഇവർക്ക് ആശ്വാസമാണത്രേ. ഇതുപോലെ കുറെ പഠിക്കുന്ന, ഇതുപോലെ കുറെ ചെക്കന്മാരുടെ കൂടെ കുറെ അധ്യാപകരുമുണ്ട്. അതിന് കയക്കുന്ന ബുദ്ധി എവിടെ പോയി എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന രക്ഷിതാക്കൾ എന്താണ് സഹോദരങ്ങളെ? ഇവരുടെ രക്ഷിതാക്കൾക്ക് പലർക്കും നരച്ചിട്ടില്ലേ? ആ നരച്ച മുടിക്കിടയിലുള്ള തലയിലൊന്നുമില്ലേ? ദീൻ അറിയണമെന്നില്ല, സാധാരണ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും വായിക്കുമോ? ഇതുപോലെ യുവതികളെ, ചെറുപ്പക്കാരികളെ ആരെങ്കിലും വായിക്കുമോ? ആരെങ്കിലും അനുവദിക്കുമോ? ഇവരൊക്കെ നിയന്ത്രിക്കുന്നവർ എവിടെ പോയി? എന്താണ് നമ്മുടെ യുവാക്കളുടെ അവസ്ഥ? ഇതിനൊന്നും ഒരു വേദാനം തോന്നാത്ത, ഒരു ധൈര്യത്വം തോന്നാത്ത, ഒരു ധാർമ്മിക രോഷവും തോന്നാത്ത ഉമ്മത്തായി നമ്മൾ മാറിപ്പോയെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിന് വിദൂരമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈ വാക്കുകൾ അതുകൊണ്ട് ഈ ഉമ്മത്തിന് പ്രയോജനം ഉണ്ടാക്കട്ടെ. അള്ളാഹു നമ്മെ ഹിദായത്തിലേക്ക് നയിക്കുന്നവരും ഹിദായത്തിലായി ജീവിച്ച് അതിലായി മരിക്കുന്നവരുമാക്കി തീർക്കുമാറാകട്ടെ.